വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ എമിമോൾ ഇതാ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡിയായി വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എമിമോൾ അനിയത്തി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സ്കൂളിൽ. ഞാനിതാ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഞാനും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പയ്ക്ക് കുറച്ച് വയ്യായികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉപ്പനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഉപ്പൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് ഇക്കൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഉപ്പൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ എന്താ പറയണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ഞാൻ ഇക്കയ്ക്ക് ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് അവിടെ ഒരു 2-3 ദിവസത്തേക്കുള്ള ഇക്കൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വേഗം ഞാൻ പോയി ഫ്രഷായി യൂണിഫോമൊക്കെ മാറ്റിയിട്ട് വേഗം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഇനി അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ വേഗം തന്നെ അയലിലെടുത്ത് ഇടുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഉപ്പയ്ക്ക് എന്താ വയ്യായിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ചെറിയൊരു ഓർമ്മക്കുറവും പിന്നെ ചെറിയൊരു വിറയലൊക്കെ വന്നതാണ്. അപ്പം പെട്ടെന്ന് ഇതുവരെ ഇപ്പം അങ്ങനെ മെഡിസിനൊന്നും കഴിക്കുന്ന ആളല്ല. അപ്പോൾ പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കാണിച്ചതായിരുന്നു. അപ്പം ഒരു ഒബ്സർവേഷനിൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പം അഡ്മിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിത് അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ ഉപ്പൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാനിതാ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി നമ്മളെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തൊന്നുമല്ല കേട്ടോ. നമുക്ക് പറ്റുന്ന സമയത്ത് പിന്നെ എടുത്തിട്ടുള്ള കുഞ്ഞു ക്ലിപ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നമ്മളെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ അനിയത്തി നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എമിമോളൊക്കെ ഉള്ളതല്ല. അപ്പോൾ എമിമോൾ സ്കൂൾ വിട്ട് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അനിയത്തിക്ക് അവിടെ എത്തേണ്ടതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം അനിയത്തി വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ ഇനി ഞാനിതാ അപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ എത്തിയ സമയത്ത്. അപ്പോൾ നമ്മൾ OPകളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഏരിയയിലൊക്കെ നല്ല കാലിയൊക്കെ എടുക്കണം കേട്ടോ. രാവിലെ ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയറൊന്നും കാണാനും കൂടി കഴിയില്ല. കാരണം അത്രയും ആളുകളായിരിക്കും. ഞങ്ങൾ ഉപ്പനെ ഫസ്റ്റ് ടൈം ഇവിടെ കാണിക്കാൻ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പോലുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയും തിരക്കാണ് കേട്ടോ രാവിലെ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാനിതാ രാത്രിയിൽ ഉപ്പയ്ക്ക് ഫുഡ് വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മളെ ബോട്ടിലൊക്കെ വെള്ളം നിറയ്ക്കാനും വേണ്ടിയിട്ട് ഇതാ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഉപ്പ കിടക്കുന്ന ആ ഒരു വാർഡിൽ നമ്മളെ ബെഡിൻ്റെ തൊട്ടടുത്തുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ. കാരണം കുറച്ച് ദിവസമായല്ലോ ഇപ്പോൾ വന്നിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ രാത്രിയുമല്ല. അപ്പോൾ നമ്മൾ ആരും അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാറില്ല. എല്ലാവരും കൂടെ അങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ വാങ്ങി നമ്മൾ വാർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റ് ഏകദേശം ഒരു 9 മണി 10 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്കിത് നമ്മളെ കേസ് ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ എത്തിയിട്ടുണ്ട്. റൗണ്ട്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ കുറേ സമയം ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ കുറേ സമയം അവരിങ്ങനെ കുറേ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് എത്തുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 1 hour ടൈമാവും. അപ്പോൾ നമ്മളിത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബെഡിൽ എത്തിയിട്ടേ ഉള്ളൂ ഡോക്ടർ. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് അവസാനം ഡോക്ടർ ഉപ്പനെയും നോക്കി അങ്ങനെ ഒരു EG എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഉപ്പയും കൂടി EG ഒക്കെ എടുത്തത് തിരിച്ച് പിന്നെയും വാർഡിലേക്ക് തന്നെ വന്നു. പിന്നെ നമ്മൾ ലഞ്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ കണ്ടിട്ടുള്ള നീണ്ട ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഫ്രീ ആയിട്ട് നമ്മളെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഈ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആളുകൾ ഇത്രയും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ലേഡീസ് ഒരു സൈഡിൽ ജെൻസ് ഒരു സൈഡിലായിട്ട്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ചൊക്കെ ആയിട്ട് വന്നപ്പോഴേക്ക് ഉപ്പൻ്റെ ബ്ലഡൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്ചാർജാണ്. അപ്പോൾ ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡൊക്കെ കൊടുത്ത് തിരിച്ച് വാർഡിലേക്ക് വന്നപ്പോൾ വീണ്ടും
ബ്ലഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബ്ലഡ് എടുത്തിട്ട് വീണ്ടും പിന്നെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്ക് കുറേ പേരൊക്കെ നമ്മളെ വാർഡിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ആയി പോയി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് നമ്മളും ഡിസ്ചാർജായി. അങ്ങനെ ഡിസ്ചാർജായി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു ചായയൊക്കെ കുടിച്ച്. അങ്ങനെ ഉപ്പൊക്കെ കുറച്ച് ഡയറ്റ് കൺട്രോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള ഫുഡൊക്കെ കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാനും അനിയത്തിയും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഉപ്പയും കൂടെ അതാ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഉപ്പയ്ക്ക് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മെഡിസിനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഏകദേശം ഒരു 6 ദിവസത്തോളം അവിടെ നിന്നു കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇനിയിപ്പം 1 മന്ത് കഴിഞ്ഞിട്ട് OPയിൽ കാണിക്കാൻ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ എന്തായാലും വിചാരിച്ചത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ച് ഇനി OPയിൽ 1 മാസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതാ നമ്മൾ രാത്രി ആയപ്പോഴേക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പിറ്റേ ദിവസമാണ് ഇക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ നമ്മളൊരു ദിവസം പാരഗണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വർഷമായി, എനിക്ക് തോന്നുന്നു ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാരഗണിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയും ഇയേഴ്സായി ഞാൻ പാരഗണിൽ പോയിട്ട്. കോഴിക്കോട് ടൗണിലാണെങ്കിൽ പോയിട്ടുള്ളൂ, ഞങ്ങൾ പാരഗണിൽ ഇതുവരെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഒരു ദിവസം ഞങ്ങളിതാ പാരഗണിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വേൾഡ് റെക്കോർഡൊക്കെ നേടിയ സമയത്തെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പാരഗണിലെ ബിരിയാണി ഒന്ന് പോയി കഴിക്കണം. എൻ്റെ ഓർമ്മയിൽ ഞാൻ എന്നാ കഴിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. ഏതോ ഒരു തവണ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ ഞാനും ഇക്കയും കൂടെ വന്നിട്ട് ഇതാ പാരഗണിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, പുറത്ത് നല്ല മഴയായിരുന്നു, നല്ല ചൂടുള്ള ബിരിയാണി. എന്തായാലും നല്ലൊരു രസമായിരുന്നു കേട്ടോ, നല്ല തണുപ്പത്ത് ചൂടുള്ള ബിരിയാണി, അതും പാരഗണിലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. എന്തായാലും നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ